പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് കടക്കുന്നു. തിരുവനന്തപുരം ശ്രീകാര്യം പൌടിക്കോണത്ത് വെട്ടേറ്റ കൊലക്കേസ് പ്രതി മരിച്ചു. കുറ്റ്യാണി സ്വദേശി ജോയിയാണ് മരിച്ചത്. കാറിലെത്തിയ 3 അംഗ സംഘം ഇന്നലെ രാത്രി പൌടിക്കോണം സൊസൈറ്റി ജംഗ്ഷനിൽ വെച്ചായിരുന്നു ജോയിയെ ആക്രമിച്ചത്. വിനോദ വിവരങ്ങളുമായി ചേരുന്നു. വിനോദ്, ഈ വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങൾ എങ്ങനെയാണ്? ഇന്നലെയായിരുന്നു ഈ ഒരു ആക്രമണം നടന്നത്. ഈ വെട്ടേറ്റ കൊലക്കേസ് പ്രതി മരിച്ചു എന്നുള്ള വിവരങ്ങൾ കൂടി പുറത്തു വരുന്നുണ്ട്. ഭവ്യ, കഴിഞ്ഞ ദിവസം രാത്രി 9 മണിയോടെയാണ് പൌടിക്കോണം സൊസൈറ്റി ജംഗ്ഷനിൽ ജോയിക്ക് വെട്ടേറ്റത്. നിരവധി കേസുകളിൽ പ്രതിയാണ്. ഏറ്റവും ഒടുവിൽ കൊലപാതക കേസുമായി ബന്ധപ്പെട്ട് കാപ്പ പ്രതിയാവുകയും അതിന്റെ അടിസ്ഥാനത്തിൽ ജയിലിൽ പോവുകയും ചെയ്തിരുന്നു. തുടർന്ന് ജയിൽ മോചിതനായി 2 ദിവസം കഴിയുമ്പോഴാണ് ജോയിക്ക് നേരെയുള്ള ആക്രമണം നടന്നത്. ഇന്നലെ ഓട്ടോറിക്ഷയിൽ ജോയി സൊസൈറ്റി ജംഗ്ഷനിലേക്ക് എത്തുകയായിരുന്നു. പിന്തുടർന്നെത്തിയ കാറിൽ ഉണ്ടായിരുന്ന 3 അംഗ സംഘമാണ് വെട്ടിവീഴ്ത്തിയത്. ഗുരുതരമായി പരിക്കേറ്റ ജോയിയെ തുടർന്ന് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി. ഇന്ന് പുലർച്ചെയാണ് മരണം സംഭവിച്ചത്. പൂർവ്വവൈരാഗ്യമാണ് ഇത്തരമൊരു ആക്രമണത്തിന് പിന്നിലെന്ന വിവരമാണ് പോലീസ് നൽകുന്നത്. 2 കാലിനും ഗുരുതരമായി ജോയിക്ക് പരിക്കേറ്റിരുന്നു. തുടർന്നാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയത്. നേരത്തെ ജോയി ആക്രമിച്ച സംഘത്തിൽ ഉൾപ്പെട്ട ആളുകൾ അതിന്റെ പ്രതികാരം തീർക്കുകയായിരുന്നു എന്ന വിവരമാണ് നമുക്ക് പ്രാഥമികമായി ലഭിക്കുന്നത്. 3 പേരാണ് ഉണ്ടായിരുന്നത്. പ്രതികൾ ആരെയും ഇതുവരെ പിടികൂടാനായിട്ടില്ല. ഭവ്യ, ഈ പ്രതികളെ സംബന്ധിച്ച് എന്തെങ്കിലും ഒരു സൂചന പോലീസിന് ലഭിച്ചിട്ടുണ്ടോ വിനോദ്? പൂർവ്വവൈരാഗ്യമാണ് ഇത്തരമൊരു കൊലപാതകത്തിലേക്ക് കാര്യങ്ങൾ എത്തിച്ചതെന്ന വിവരമാണ് പോലീസ് നൽകുന്നത്. നിരവധി കേസുകളിൽ പ്രതിയാണ് കുറ്റ്യാണി സ്വദേശിയായ ജോയി. 2 ദിവസം മുൻപാണ് ഈ കാപ്പ തടവിന് ശേഷം ജയിൽ മോചിതനായത്. അതുകൊണ്ട് തന്നെ ജോയിയുടെ പിന്നാലെ ഈ പ്രതികൾ ഉണ്ടായിരുന്നു എന്ന വിവരം തന്നെയാണ് പോലീസ് നൽകുന്നത്. പൂർവ്വവൈരാഗ്യമാണ് ഈ അക്രമത്തിലേക്ക് കലാശിച്ചതെന്ന വിവരം ലഭിക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസം രാത്രി പൌടിക്കോണം സൊസൈറ്റി ജംഗ്ഷനിലായിരുന്നു അക്രമം നടന്നത്. ജോയി ഓട്ടോറിക്ഷയിൽ എത്തുകയായിരുന്നു. തുടർന്ന് പിന്നാലെയാണ് ഈ കാറിൽ 3 അംഗ സംഘം എത്തിയത്. ഈ ജംഗ്ഷനിൽ വെച്ച് ജോയിയെ തടഞ്ഞു നിർത്തുകയും അവിടെ ആക്രമിക്കുകയുമായിരുന്നു. നാട്ടുകാർ ഓടിക്കൂടി. 2 കാലിനുമാണ് ഗുരുതരമായ പരിക്കേറ്റത്. കാലുകൾ വെട്ടി പരിക്കേൽപ്പിക്കുകയായിരുന്നു. തുടർന്ന് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിച്ചു. എങ്കിലും ഇന്ന് പുലർച്ചെ ജോയിയുടെ മരണം സംഭവിച്ചു. വിനോദാണ് വിവരങ്ങൾ പങ്കുവച്ചത്.